الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا أحد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹജ്ജ് സീസണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഹജ്ജ് ശ്രദ്ധിക്കപ്പെടുകയും ഹജ്ജിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നമ്മൾ കാതോർക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭമാണിത്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഈ വർഷത്തെ ഹജ്ജിന് നിയ്യത്ത് ചെയ്തവർ, അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവർ ഏതാണ്ടൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലേക്ക്, മദീനയിലേക്ക് ഒക്കെയായി ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഹജ്ജിനെക്കുറിച്ചുള്ള ആലോചനകൾ ഹജ്ജ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ
പങ്കുവെക്കുക എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഭൗതികത വലിയ അളവിൽ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാലത്താണ്. ആളുകളെല്ലാവരും മുസ്ലിങ്ങൾ എന്നവകാശപ്പെടുന്നവരടക്കം ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങളെക്കുറിച്ചും സുഖാഡംബരങ്ങളെക്കുറിച്ചും ആസ്വാദനങ്ങളെക്കുറിച്ചും ഒക്കെ മാത്രമായാണ് ചിന്തിക്കുന്നത് എന്ന് വിലയിരുത്താൻ കഴിയും വിധമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് വഴിമാറ്റപ്പെട്ട ഒരു കാലത്താണ് ഭൗതികതയോടുള്ള, ദുനിയാവിനോടുള്ള നമ്മുടെ താല്പര്യം, അതിനോടുള്ള നമ്മുടെ അഭിനിവേശം എല്ലാ അതിരും കടക്കുന്നു. അത് നമ്മളെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. ദുനിയാവിനെക്കുറിച്ചുള്ള ആധികളാണ്, ദുനിയാവിനെക്കുറിച്ചുള്ള പരാതികളാണ്, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും കുറയുന്നതിനെക്കുറിച്ചുള്ള പരാതികളാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതാവുന്ന ഒരു ജീവിത പശ്ചാത്തലമാണ് നിലവിൽ നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു കാലത്താണ് അൽ ഹജ്ജ് എന്ന് പറയുന്ന ഇസ്ലാമിലെ സവിശേഷമായ ഒരു ആരാധനാകർമ്മം കടന്നു വരുന്നത്. ആ ആരാധനാകർമ്മം നിർവഹിക്കേണ്ടുന്ന ഒരു കാലം കടന്നു വരുന്നത്. ഹജ്ജ് എല്ലാ കാലത്തും നിർവഹിക്കപ്പെടാൻ പറ്റുന്ന ഒരു ആരാധനാകർമ്മമായിരുന്നെങ്കിൽ അത് ഹജ്ജ് ചെയ്യുന്നവരുടെ മാത്രം ആലോചനയിലും അവരുടെ മാത്രം പരിഗണനയിലും ഉള്ള ഒരു കാര്യമായി പരിമിതപ്പെടുമായിരുന്നു. അതിന് പകരം എല്ലാവരും ഹജ്ജ് ചെയ്യേണ്ടുന്നത് ഒരേ സമയത്താണ് എന്ന് വരിക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു നടത്തിയ വിളംബരത്തിന് മറുപടി നൽകിക്കൊണ്ട്, ഉത്തരം നൽകിക്കൊണ്ട് ആളുകൾ മക്കയിലേക്ക് പ്രവഹിക്കുന്നു എന്ന് വരുന്നതോടുകൂടി, ഒരേ സമയത്തത് സംഭവിക്കുന്നു എന്ന് വരുന്നതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽ ഹജ്ജ് കാലം വരുന്നു. എല്ലാവരുടെയും ഒരു പരിഗണനയിൽ ഹജ്ജ് എന്ന് പറയുന്ന സവിശേഷമായ ഒരു ആരാധനാകർമ്മം വരുന്നു. എല്ലാവരും ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും കേൾക്കാൻ അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന ഒരു സംഗതി അതിലൂടെ ഉണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആരാധനകൾ, അത് ഇസ്ലാമിലെ ആരാധനകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ആരാധനകൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ബദനിയായി ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനകളാണ്. അതിൽ നിന്ന് ആരും ഒഴിവാവുകയില്ല. അത് അതിന്റെ കാലം വരുമ്പോ, അതിന്റെ സമയം വരുമ്പോ എല്ലാവരും ഒരുപോലെ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളാണ്. ദീനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ 4 ആരാധനാകർമ്മങ്ങളിൽ 2 ആരാധനാകർമ്മങ്ങൾ അങ്ങനെയുള്ളതാണ്. നമസ്കാരം ശരീരം കൊണ്ട് മാത്രം, ബാക്കിയുള്ള ശേഷിയൊന്നും അതിനാവശ്യമില്ല. സാമ്പത്തികമായ ശേഷി അല്ലെങ്കിൽ വഴി സുരക്ഷിതത്വത്തിന്റെ ശേഷി, ഇതൊന്നും അതിൽ ബാധകമല്ല. അതുകൊണ്ടാണ് പേടിയുള്ള സമയത്ത് പോലും, ഭയമുണ്ടാകുന്ന സമയത്ത് പോലും നിസ്കരിക്കാനുള്ള പ്രത്യേകമായ രൂപം, രീതി ഒക്കെ ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെടുകയും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ശരീരം കൊണ്ടാവതുള്ള എല്ലാവരും നിർവഹിക്കേണ്ടുന്ന, നിന്നിടത്ത് നിന്ന് നിർവഹിക്കേണ്ടുന്ന ആരാധനാകർമ്മമാണ് നമസ്കാരം. നോമ്പും അതുപോലെ തന്നെയാണ്. അതിനൊരു പ്രത്യേക കാലമുണ്ട്, ഒരു പ്രത്യേക സമയവും ദിവസവും ഒക്കെ മാസവും ഒക്കെ അതിനുണ്ട്. ആ സമയത്ത് ആര് എവിടെയായിരുന്നാലും നിർവഹിക്കേണ്ടുന്ന, ശരീരം കൊണ്ടാവതുള്ള എല്ലാവരും നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാകർമ്മമായി. ഇനി ശരീരം കൊണ്ടാവതില്ലാതെ ആർക്കെങ്കിലും അത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവർക്ക് പകരം പ്രായശ്ചിത്തം, അതിനുള്ള പരിഹാരക്രിയ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആരാധനാകർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇസ്ലാമിലെ മറ്റ് 2 അടിസ്ഥാനപരമായ ആരാധനകളിൽ സക്കാത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് മാലിയായ, സാമ്പത്തികമായി
നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനയാണ്. അത് സമ്പത്തുള്ളവർക്ക് നിർണയിക്കപ്പെട്ട അളവിൽ, സമ്പത്തുണ്ടായാൽ മാത്രം നിർണയിക്കപ്പെട്ട അളവിൽ അവർ നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാകർമ്മമായിട്ടാണ് ഉള്ളത്. അപ്പൊ അത് സമ്പന്നരാണ് അത് നിർവഹിക്കേണ്ടത് എന്നതാണ് അതിന്റെ പൊതുവായ നിയമം എന്ന് പറയുന്നത്. അതേസമയത്ത് സമ്പന്നർ അത് നിർവഹിക്കാനുള്ള ജാഗ്രത പുലർത്തുമ്പോഴും സമ്പന്നരല്ലാത്തവർ, അല്ലെങ്കിൽ പൊതുവിൽ സ്വന്തത്തെക്കുറിച്ച് തന്നെ ഒരാൾ സമ്പന്നനല്ല എന്ന് വിചാരിക്കുന്നയാളും അയാൾക്കൊരു ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകേണ്ടുന്ന ആരാധനാകർമ്മം തന്നെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. തനിക്കെപ്പോഴാണ് നിസാബ് തികയുന്ന തീയതി എത്തുന്നത് എന്നയാൾ കാത്തിരുന്ന് കണ്ടുകൊള്ളണം എന്നുള്ളതാണ് ദീനിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അതിന് നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ആരാധനാകർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഒരേ സമയത്ത് അത് ബദനിയാണ്, ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനയാണ്. അത് സാമ്പത്തിക ശേഷി അതിനാവശ്യമാണ്. അതിനും പുറമെ അതിന് പുതിയ കാലത്തെ സാഹചര്യങ്ങളും പഴയ കാലത്തെ സാഹചര്യങ്ങളും സവിശേഷമായ ഒരു കാര്യമാണ് ഒരാൾക്ക് വഴി സുരക്ഷിതത്വം ഉണ്ടാവുക എന്ന് പറയുന്നത്. താൻ നിൽക്കുന്ന നാട്ടിൽ നിന്ന് മക്കയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി സുരക്ഷിതമായിരിക്കുക എന്നത് അയാളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും ശാരീരികമായ ശേഷിയുണ്ടെങ്കിലും അയാൾക്ക് ഒറ്റയ്ക്ക് സാധ്യമാക്കുന്ന അയാളുടെ പോലും നിയന്ത്രണത്തിൽപ്പെടാത്ത ഒരു കാരണം കൂടി, ഒരു നിബന്ധന കൂടി പൂർത്തിയായാലാണ് അത് നിർവഹിക്കാൻ കഴിയുക. വഴി സുരക്ഷിതത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വഴി കടന്നു പോകുന്ന വഴികളിൽ ജീവന് സ്വത്തിന് ഒന്നും ഭീഷണിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് സർക്കാരുകളാണ്, ഗവൺമെന്റുകളാണ് ആ വഴി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഒരാൾക്ക് നിർവഹിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയും എല്ലാ വർഷവും ഒരു 25 ലക്ഷം 30 ലക്ഷം ആളുകളൊക്കെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് എത്തിച്ചേർന്ന് അത് നിർവഹിച്ച് മടങ്ങിപ്പോരുന്നത് എന്ന് നമുക്ക് പൊതുവിൽ കാണാവുന്നതാണ്. അത്ര കുറഞ്ഞ ആളുകളാണ് മുസ്ലിം ജനസംഖ്യയിൽ നിന്ന് അത് നിർവഹിക്കുന്നതെങ്കിലും ഹജ്ജ് കാലം എന്ന് പറയുന്നത് അതെല്ലാവർക്കും സവിശേഷമായ കാലമാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ചെയ്തിട്ടുള്ള സംവിധാനമാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ അടങ്ങുന്ന ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യം നൽകേണ്ടുന്ന, സവിശേഷമായി കാണേണ്ടുന്ന ആരാധനകൾക്കും ആത്മീയ ജീവിതത്തിനും ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷമായ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ചും ബലികർമ്മത്തിനും സവിശേഷമായ പ്രാധാന്യമുള്ള ദിവസങ്ങളാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ നിലക്ക് ഹജ്ജിനെ കുറിച്ചുള്ള ആലോചനകൾ എന്ന് പറയുന്നത് വളരെ സവിശേഷമാണ്. അൽ ഹജ്ജ് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഖസ്ദ് എന്നാണ്, ലക്ഷ്യം വെക്കുക എന്നതാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ലക്ഷ്യം വെക്കുക എന്നർത്ഥമുള്ള ഒരു പദപ്രയോഗമാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പേര്? ഭാഷാർത്ഥം, അങ്ങനെ ഭാഷാർത്ഥമുള്ള ഒരു പദം എങ്ങനെ ഈ ആരാധനക്ക് വന്നു എന്നതിന്റെ മർമ്മമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഉള്ള ഇബാദത്തിന് വേണ്ടി ഭൂമിയിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ള കഅബ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ലക്ഷ്യം വെക്കലാണ് അതിൽ പ്രധാനം. നിയ്യത്ത് എല്ലാ ആരാധനാകർമ്മങ്ങളിലും പ്രധാനമാണ്. ഹജ്ജിൽ അത് സവിശേഷമായ പദവിയുള്ളതാണ്. ഒരാളുടെ ഉദ്ദേശം എന്താണ്, ഒരാളുടെ ലക്ഷ്യം എന്താണ്, അയാൾ എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്, എന്തിനെയാണ് ഒരു ഹാജി ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ സംശയമില്ലാത്ത മറുപടി അയാൾ അള്ളാഹുവിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അള്ളാഹുവിലേക്കുള്ള ആത്മീയമായ യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന് എല്ലാ വിശ്വാസികൾക്കും ഭാഗ്യമുണ്ടാകേണ്ടതാണ്. ആ ഭാഗ്യം നമ്മൾ കൊതിക്കേണ്ടതാണ്, ആ ഭാഗ്യം നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. ഒരിക്കലെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ യാത്ര നടത്താൻ കഴിയുക, എല്ലാം മറന്ന് എല്ലാ ഉടയാടകളും അഴിച്ചുവെച്ച് അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ട്, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ട്
അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് പോലെയുള്ള ഒരു മടക്കം. ഇഹ്റാമിന് വേണ്ടി വസ്ത്രങ്ങളൊക്കെ, തന്റെ ഐഡന്റിറ്റി, തന്റെ വ്യക്തിത്വം, ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന, തന്റെ കൾച്ചറിനെയൊക്കെ അടയാളപ്പെടുത്തുന്നതെല്ലാം, അതിന്റെ എല്ലാ ഉടയാടകളെയും അലങ്കാരങ്ങളെയും ഒക്കെ അഴിച്ചുവെച്ച് കഫം പൊതിയുന്നത് പോലെ രണ്ട് തുണികളെടുത്ത് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതാണ് ഹജ്ജിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക, അള്ളാഹുവിന്റെ ഭവനം എന്നുള്ള നിലക്ക് കഅബയെ ലക്ഷ്യമാക്കി നടത്തുന്ന യാത്രക്കാണ് ഹജ്ജ് എന്ന് ഇസ്ലാമിൽ പറയുക. അതിന്റെ കൂടെ തന്നെ നിർബന്ധമായും നിർവഹിക്കുന്ന മറ്റൊരു ആരാധനയാണ് ഉംറ എന്ന് പറയുന്നത്. ഉംറ എന്ന് പറയുന്നതിന്റെ അർത്ഥം അസ്സിയാറ, സന്ദർശനം എന്നതാണ്. അത് അള്ളാഹുവിലേക്കുള്ള, അള്ളാന്റെ പുണ്യഭൂമികളിലേക്കുള്ള അല്ലെങ്കിൽ കഅബയിലേക്കുള്ള സിയാറത്താണ്, അഥവാ അതിന്റെ അങ്ങോട്ടുള്ള സന്ദർശനമാണ് ഉംറ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു സ്ട്രക്ചർ ചെയ്തിട്ടുള്ള, അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു ആരാധനാകർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന്റെ മർമ്മം അള്ളാഹുവാണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിനുള്ള അടിമത്തം സ്വീകരിക്കലാണ് എന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഹജ്ജ് ലക്ഷ്യം വെക്കുന്നത് മനുഷ്യന്റെ ജീവിതയാത്രയെ കൂടിയാണ് എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. ഹജ്ജ് അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് എവിടെയാണുള്ളത്? അള്ളാഹു പ്രതീകാത്മകമായി അള്ളാന്റെ ഭവനത്തിലാണുള്ളത്. അതേസമയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള മടക്കം എന്നൊക്കെ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോഴുള്ള നമ്മളെക്കുറിച്ച്, നമ്മുടെ മരണ വാർത്ത കേട്ട് മറ്റുള്ളവർ പറയുന്ന സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിലേക്കുള്ള മടക്കം. ആ മടക്കം രണ്ടാലൊരു സ്വഭാവത്തിലാണ് സകല മനുഷ്യർക്കുമായിട്ട് സംഭവിക്കുക. ഒന്നുകിൽ ഒരാൾ അയാളുടെ ഈ ഭൂമിയിലുള്ള ആയുസ് തീർന്ന് അയാൾ ഒറ്റക്ക് മടങ്ങും. അപ്പോഴും അയാളെപ്പോലെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ അവശേഷിക്കും. ഇനി അതൊരാൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഒരാളുടെ ആയുസ് തീർന്ന് മടങ്ങാൻ ഒരാൾക്ക് അവസരമുണ്ടായിട്ടില്ലെങ്കിൽ, ഉറപ്പായിട്ടും മനുഷ്യർക്കുള്ളതുപോലെ ഈ ഭൂമിക്കും ഒരായുസ്സുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരായുസ്സുണ്ട്. ആ ആയുസ് തീർന്ന് അള്ളാഹുവിലേക്ക് മടങ്ങും. ആ മടങ്ങുന്ന ദിനത്തിനാണ്, എല്ലാവരുടെയും ആയുസ് അവസാനിച്ചു പോകുന്ന ആ നാളിനാണ് യൗമുൽ ഖിയാമത്ത് അല്ലെങ്കിൽ യൗമുസ്സാഅ എന്നൊക്കെ പറയുന്നത്. അന്ത്യനാൾ, അൽ യൗമുൽ ആഖിർ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ള അന്ത്യനാൾ എന്ന് പറയുന്ന ഒരു ആയുസ് എല്ലാവർക്കുമായി എത്തിച്ചേരാനുണ്ട്. ഉറപ്പായും ആ സന്ദർഭത്തിലേക്ക് ഉള്ള, ആ സന്ദർഭത്തിലുള്ള മടക്കം എന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക. എന്റെ മടക്കം അള്ളാഹുവിലേക്കാണ്, ഞാൻ ഉറപ്പായും അള്ളാഹുവിലേക്ക് മടങ്ങും എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത് പോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഹജ്ജ് മാത്രമല്ല ആ സൂറത്തിന്റെ ഉള്ളടക്കം എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇസ്ലാമിൽ വിശ്വാസി സമൂഹത്തിന് സായുധ ജിവാഹിദിന് അനുവാദം നൽകിക്കൊണ്ടുള്ള ആയത്തുള്ളത് സൂറത്തുൽ ഹജ്ജിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ഈ ഹജ്ജ് നിർബന്ധമാകുന്ന സാഹചര്യവുമായി, പശ്ചാത്തലവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അതങ്ങനെ ആ സൂറത്തിൽ വന്നിട്ടുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ള സവിശേഷമായ ഒരു കാര്യം, സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തഖ്വ കാണിക്കണം, തഖ്വ കൊണ്ട് ഉപദേശിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കം. എന്ന് മാത്രമല്ല, ഹജ്ജിന് വേണ്ടി അള്ളാഹു വിളംബരം ചെയ്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ വിളംബരം ചെയ്തത് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക എന്ന ആഹ്വാനമാണ് ഇബ്രാഹിം നബി. സകല മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഹജ്ജിനുള്ള വിളംബരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും,
അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, നിങ്ങളുടെ റബ്ബിനോട് തഖ്വ പുലർത്തണം എന്ന ആഹ്വാനമാണ് സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലുള്ളത്. അതിനുശേഷം അല്ലാഹു പറയുന്നത് ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, നിങ്ങൾ ഉറപ്പായിട്ടും മടങ്ങേണ്ടി വരും, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. ആ മടങ്ങുന്നത് ചിലപ്പോൾ സ്വാഭാവികമായ മരണം സംഭവിച്ചുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ അന്ത്യനാളിന്റെ കിടുകിടായുള്ള വിറപ്പിക്കലിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. അന്ത്യനാളിൽ സംഭവിക്കുന്ന, ലോകാവസാനത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന സൽസലത്ത്, കിടുകിടായുള്ള വിറപ്പിക്കൽ, സൂറത്തു സൽസല അങ്ങനെ സൂറത്ത് നമുക്ക് പരിചയമുള്ളതായിട്ട് സൂറത്ത് ഖുർആനിലുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും. നമുക്ക് പരിചയമില്ലാത്ത സ്വഭാവത്തിൽ ചെറിയ ചെറിയ റെക്ടർ സ്കെയിലിൽ 7 8 ഒക്കെ പരമാവധി രേഖപ്പെടുത്തുന്ന ഭൂമി കുലുക്കങ്ങളാണ് നമുക്ക് പരമാവധി പരിചയമുള്ളത്. അങ്ങനെയൊന്നുമല്ല, ഭൂമി മൊത്തത്തിൽ, അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഇടത്ത് സംഭവിക്കുന്ന ചെറിയ കുലുക്കങ്ങളാണ്. അതുതന്നെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, നാശനഷ്ടങ്ങൾ, മനുഷ്യരിലുണ്ടാക്കുന്ന ഭീതിയും ഭയപ്പാടും എത്ര വലുതാണ് എന്ന് നമുക്ക് അനുഭവമുള്ളതാണ്. അതിനപ്പുറത്ത് ഭൂമി തന്നെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന അറബി ഭാഷാ നിയമം അനുസരിച്ചിട്ടുള്ള ആ പ്രയോഗം എന്ന് പറഞ്ഞത് ഒരു വിറപ്പിക്കൽ അങ്ങ് വിറപ്പിക്കപ്പെട്ടാൽ എന്നതാണ്. എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ സ്വഭാവത്തിൽ, വലിയ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകുന്ന സ്വഭാവത്തിൽ ഭൂമിയുടെ ഒരു ഇളക്കൽ, ഭൂമിയുടെ ഒരു വിറപ്പിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, എത്രത്തോളം എന്ന് വെച്ചാൽ ഭൂമി അതിന്റെ മണ്ണിലുള്ളത് മുഴുവൻ എടുത്തു പുറത്തിടും എന്നതാണ്. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഭൂമിക്കകത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തതൊക്കെയുണ്ട്. ഭൂമിയിൽ നിന്ന് പൊട്ടി പുറമേ കൊലിച്ചാൽ ഈ ഭൂമിയിലെ ജീവിതത്തെ ആകെ അവതാളത്തിലാക്കുന്ന വലിയ പദാർത്ഥങ്ങൾ അടങ്ങിയതാണ്, അല്ലെങ്കിൽ ലായനികൾ അടങ്ങിയതാണ് ഭൂമിയുടെ അന്തർഭാഗം എന്ന് പറയുന്നത്. അതൊക്കെ സംഭവിക്കും. എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായി ഭൂമിയുടെ ഉള്ളിൽ മണ്ണിനടിയിലായി പോയ മനുഷ്യരെല്ലാവരും പുറത്തെറിയപ്പെട്ടാൽ അവരുടെ അവശിഷ്ടങ്ങളെല്ലാം പുറത്തെറിയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതാണ് വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ ഈ ഭൂമിക്ക് ഇതെന്ത് പറ്റി എന്ന് മനുഷ്യർ വെപ്രാളപ്പെട്ട് ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. അന്ന് അള്ളാന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമി സംസാരിക്കുന്ന വിസ്മയം സംഭവിക്കുമെന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അന്ന് എല്ലാ മനുഷ്യരും തങ്ങളുടെ കർമ്മഫലങ്ങൾ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, അത് കാണാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ഇറങ്ങി പുറത്തു വരുന്ന, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭവും ഉണ്ടാകും. ഇതൊക്കെ ഒരു നാളിൽ സംഭവിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ദീർഘമായ നാളിനാണ് യൗമുൽ ഖിയാമത്ത്, അന്ത്യനാൾ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അങ്ങനെ അന്ത്യനാളിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. കാരണം അതാണ് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മിൽ സമ്മാനിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ മനുഷ്യരെ ഒരു പ്രാവശ്യം ആ യൗമുൽ ഖിയാമത്തിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിടുക എന്നത് അല്ലാഹുവിന്റെ ഉദ്ദേശമാണ്. ഒരു ഹാജി മാത്രമല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലൂടെ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെ, അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ, അന്ത്യനാളിന്റെ ഭയവിഹ്വലതകളെ കുറിച്ചുള്ള ചിന്തയിലൂടെ ഒന്നും കടന്നു പോകേണ്ടത് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ബാധകമാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. ഭൂമിയുടെ ആ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്ത്യനാളിന്റെ ആ ആഘാതങ്ങൾ, പരിക്കുകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമായ അവസ്ഥയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അതിൽ തുടർന്ന് നമുക്ക് പരിചയമുള്ള ആയത്തുകളാണ് അതിനുശേഷമുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു അതിനെ കുറിച്ച് പറയുന്നത്, മുലയൂട്ടുന്ന ഒരു സ്ത്രീ താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയാകുന്ന അവസ്ഥയിൽ ഉള്ള ഭീകരാവസ്ഥകൾ ഈ ഭൂമിക്ക് സംഭവിക്കുമെന്നാണ്. അങ്ങനെ മുലയൂട്ടുന്ന കുഞ്ഞിനെ പോലും
പ്രസവിക്കാനിരുന്ന ഗർഭം ചുമന്ന സ്ത്രീകൾ ഈ ഭയങ്ങളുടെ ആഘാതത്താൽ ഗർഭത്തിലുള്ള ശിശുവിനെ സമയം തികയാതെ അതിനെ പുറത്തേക്ക് തള്ളുന്ന സാഹചര്യം ഉണ്ടാകും, പ്രസവിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്. അത്ര ഭയവിഹ്വലമായ സാഹചര്യം. എന്നല്ല, സകല മനുഷ്യരും വതറന്നാസ സുകാറ, മനുഷ്യരെ താങ്കൾക്ക് ലഹരി ബാധിച്ചവരെ പോലെ കാണാൻ കഴിയും എന്നതാണ്. വമാഹും ബിസുകാറ, അവർക്ക് ലഹരി ബാധിച്ചതൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഈ സന്ദർഭത്തിന്റെ, ആ സാഹചര്യത്തിന്റെ വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാന്റെ ശിക്ഷ എന്ന് പറയുന്ന അതികഠിനമായിരിക്കും. ആ ഫിത്നക്കകപ്പെടുന്നവർ വിശ്വാസികളല്ലാത്ത സമൂഹങ്ങളായിരിക്കും. വിശ്വാസികൾ ആ വലിയ ഭയവിഹ്വലതകൾക്ക് നടുവിലും ഭീകരാന്തരീക്ഷത്തിന് നടുവിലും സമചിത്തരായി ആശ്വാസത്തോടുകൂടി സക്കീനത്തോടുകൂടി തുമഅനീനത്തോടുകൂടി കടന്നുപോകാൻ കഴിയുന്ന ഈമാനിന്റെ കരുത്ത് അവർക്കുണ്ടാകും എന്നുമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഹജ്ജ് നമ്മളെ യഥാർത്ഥത്തിൽ ഹാജിമാരെയും അതേപോലെ തന്നെ നമ്മൾ അതല്ലാത്ത ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ആളുകളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങളെ കുറിച്ചാണ്. അള്ളാഹിനെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, ആ അന്ത്യനാളിന്റെ ഭീകരതയെ കുറിച്ച്. അതുകൊണ്ട് അവയെക്കുറിച്ചുള്ള ഒരു ആലോചന നടത്താനുള്ള സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘട്ടവുമാണിത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ദുനിയാവിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിയും മുഖം കുത്തിയും വീണ അവസ്ഥയിൽ നിന്നൊന്നും മാറി നിന്ന് കുറച്ചൊരു ആത്മീയമായ അന്തരീക്ഷത്തിൽ ദിക്റുള്ളയുടെ, അള്ളാന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉടനീളം അള്ളാന്റെ സ്മരണ എന്നത് മാത്രമാണ്. ഹജ്ജിന്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലിയദ്കുറുസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട എണ്ണപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നടത്താൻ വേണ്ടി ഹാജിമാർ ആ ദിക്റുള്ളയാണ് ഹാജിമാർക്ക് പ്രധാനമായിട്ടും ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളിലും നിർവഹിക്കാനുള്ളത്. ആ ദിക്റുള്ള നടക്കണം എന്നതാണ് പ്രധാനം. അപ്പൊ ആ ദിക്റുള്ള നടക്കുക ഈ സന്ദർഭത്തിൽ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിന് മാത്രം ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഇത് നമുക്ക് ഒരു വഹ്നായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതുപോലെ നമുക്കൊരു വഹ്നായി, നമ്മുടെ ഒരു ദൗർബല്യമായി, നമ്മുടെ ഒരു വീക്ക്നെസ്സായി നമ്മെ ബാധിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ദുനിയാവിനോടുള്ള അതിരുവിട്ട പ്രേമവും മരണത്തോടുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇപ്പോൾ അത് പ്രകടമാകുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയിൽ നിന്നാണ്. കൺവെട്ടത്ത് മരണങ്ങൾ ധാരാളം സംഭവിച്ചു പോകുമ്പോഴും മരണം സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പോലെ ചിലത് സംഭവിച്ചു പോയാലും വലിയ ആഘാതങ്ങൾ ഏൽക്കാത്ത മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ, നമുക്ക് പേടിയുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. അല്ലെ, ഒരു ഇടിമിന്നലുണ്ടായാൽ എങ്ങനെയാണ് മനുഷ്യൻ കത്തിക്കരിഞ്ഞു പോകുന്നത്? വളരെ ചെറിയൊരു കാര്യമാണ്. മങ്കടയിലും സംഭവിച്ച 4 ചെറുപ്പക്കാരായ കുട്ടികൾക്കുണ്ടായിട്ടുള്ള, വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ദാരുണമായ അന്ത്യം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഓരോ മരണവും, നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന ഓരോ മരണവും നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളുണ്ട്. അതിനാണ് മരണങ്ങൾ അങ്ങനെ സംഭവിക്കുകയും മരണം കേൾക്കുമ്പോൾ നമ്മൾ ഇടിമിന്നെറിയുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിലേക്കാണ് അത്തരം പ്രാപഞ്ചികമായ ഏത് പ്രതിഭാസങ്ങളും, കാറ്റടിക്കുമ്പോൾ, ഇടിവെട്ടുമ്പോൾ, മിന്നലെറിയുമ്പോൾ, മഴ ശക്തമായി പെയ്ത് നമ്മളിൽ ഭീതിയുണ്ടാകുമ്പോൾ, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുമ്പോൾ, സൂര്യന് ഗ്രഹണം ബാധിക്കുമ്പോൾ, ഇങ്ങനെ പതിവിന് വ്യത്യസ്തമായി നമ്മുടെ ഭൂമിയുടെ ഘടനയ്ക്ക് മാറ്റം വരുമ്പോൾ, ചില പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് അഭയം തേടുക. ഇതാണ് രീതി. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള മാതൃക അതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു വഴിയല്ലാതെ ഒരു കഴിവും ഒരു ശേഷിയും നമുക്കില്ല എന്നത് അംഗീകരിക്കാനുള്ള സന്ദർഭമാണിത്. മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനുള്ള സന്ദർഭങ്ങളാണത്. യൗമുൽ ഖിയാമത്ത് സംഭവിക്കുന്നതിന് സമാനമായ അതിന്റെ സാമ്പിളുകൾ ചിലത് നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കുമ്പോൾ, ഇടിമിന്നൽ പോലെ
ഭൂകമ്പം പോലെ, ഭൂമി കുലുക്കം പോലെ ചിലതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ചിന്തയിലേക്കും ആ ആലോചനയിലേക്കുമാണ് പോകേണ്ടത്. ഈ ദുനിയാവിനപ്പുറത്ത് ഒരു ദുനിയാവ് പ്രധാനം തന്നെയാണ്. ദുനിയാവിൽ ആയുസ്സുള്ള കാലം വരെ ജീവിക്കുക എന്നത് പ്രധാനം തന്നെയാണ്. പക്ഷേ ഈ ദുനിയാവ് കഴിഞ്ഞും ഈ ദുനിയാവിൽ ഭീകരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന ഒരു അന്ത്യനാളിന് ശേഷം ഒരു ശാശ്വതമായ പരലോക ജീവിതം എന്നതൊന്നുണ്ട് എന്ന ആലോചനകളിലേക്ക് പ്രവേശിക്കാനുമൊക്കെയുള്ള സന്ദർഭങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹജ്ജ് സീസൺ എന്ന് പറയുന്നത്. അള്ളാഹു ആ അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അന്ത്യനാളിനെ കുറിച്ചുള്ള പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസത്തിലേക്ക് മടങ്ങാൻ, അതുവഴി ഈ ദുനിയാവിൽ തുമഅനീനത്തോടുകൂടി, സക്കീനത്തോടുകൂടി, സമാധാനത്തോടുകൂടി, റാഹത്തോടുകൂടി ജീവിക്കാൻ, പരലോകത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അള്ളാഹിന്റെ പ്രീതിയും പൊരുത്തവും സ്വർഗവും പ്രതിഫലമായി നേടിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, മടങ്ങാൻ ഈ ഹജ്ജ് കാലത്തെ ചിന്തകൾ, ആലോചനകൾ, നമുക്ക് കിട്ടുന്ന ഉത്ബോധനങ്ങൾ, അതൊക്കെ നമുക്കതിന് സഹായകരമായി തീരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعلها الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل الجنة هي دارنا وقرارنا. اللهم لا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.